സത്യപ്രതിജ്ഞയ്ക്ക് വരെ തലസ്ഥാന കോർപ്പറേഷനകത്ത് കൂട്ടുകച്ചവടം. നിങ്ങൾ എന്തിനാണ് ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളായിട്ട് അഭിനയിക്കുന്നു എന്ന് കേരളത്തിലെ അല്ലെങ്കിൽ തലസ്ഥാനത്തെ കോൺഗ്രസ്സുകാരോട് ചോദിക്കുകയാണ്. ഇന്നിപ്പോൾ കേരളത്തിലെ മുഴുവൻ തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് മെമ്പർമാർ അല്ലെങ്കിൽ കൗൺസിലർമാർ എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ദിവസമാണ്. അങ്ങനെയാണ് തിരുവനന്തപുരം നഗരസഭ ആദ്യമായിട്ട് BJP അധികാരം പിടിച്ചല്ലോ, അല്ലെങ്കിൽ അവിടുത്തെ ഒറ്റക്കക്ഷിയായല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേജിലൂടെ ലൈവ് പോകുന്ന കണ്ടു. പിന്നെ സ്വാഭാവികമായിട്ട് പോവാം, ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ കൈവശമുള്ളത് കൊണ്ട് തന്നെ നിരവധി ക്യാമറകൾ അണിനിരത്തി അദ്ദേഹത്തിന്റെ പേജിലൂടെ BJP-ക്കാരുടെ സത്യപ്രതിജ്ഞ BJP-ക്കാരെ കാണിക്കാൻ വേണ്ടിയാണെന്ന് ഒന്ന് കരുതിക്കൊണ്ടാണ് അത് കണ്ടത്. അപ്പോഴാണ് അതിനകത്തെ ഒരു കൂട്ടുകച്ചവടം പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. സാധാരണഗതിയിൽ BJP-യുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് അവരുടെ പേജിലൂടെയൊക്കെ കാണിക്കുന്നതിൽ തെറ്റല്ല, പക്ഷേ കോൺഗ്രസ്സുകാരുടേതും കാണിക്കും. എന്നാൽ ഇടതുപക്ഷക്കാരുടെ ആരെങ്കിലും സത്യപ്രതിജ്ഞ വന്നാൽ ഉടനടി ക്യാമറ മാറ്റിക്കളയും. നോക്കിയേ, ഇപ്പോൾ BJP-യുടേത് മാത്രമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ കോൺഗ്രസ്സുകാരോട് യാതൊരു അയിത്തവുമില്ല. ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിച്ചത് ഏറ്റവും മുതിർന്ന അംഗത്തിന്റെ സത്യപ്രതിജ്ഞയോടുകൂടിയാണ്. അത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ക്ലീറ്റസിൻ്റെതായിരുന്നു. ആ ക്ലീറ്റസിൽ തുടങ്ങി തൊട്ടടുത്തത് വാർഡ് നമ്പർ അടിസ്ഥാനപ്പെടുത്തിയാണ്. പിന്നീട് വാർഡ് നമ്പർ അടിസ്ഥാനപ്പെടുത്തിയാണ് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരെ അല്ലെങ്കിൽ വാർഡ് മെമ്പർമാരുടെ സത്യപ്രതിജ്ഞ നടന്നത്. ആ സന്ദർഭത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖരന്റെ സംഘപരിവാർ എങ്ങനെയാണ് ക്യാമറ മാറ്റിക്കളഞ്ഞത് നോക്കിയേ. കോൺഗ്രസ്സുകാരന്റെ സത്യപ്രതിജ്ഞ അതിൽ യാതൊരു അയിത്തവുമില്ല, അത് ഞങ്ങളിലൂടെ കാണിക്കാം. എന്നാൽ ഞങ്ങളുടെ പ്രധാന ശത്രു ആരാണ്? അത് ഇടതുപക്ഷമാണെന്ന് ആ ദൃശ്യം തന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്തും. ഇതിലേക്ക് വേണ്ടിയിട്ട് മുതിർന്ന അംഗമായ ശ്രീ KJ ക്ലീറ്റസ് 44 നന്തങ്കോട് വാർഡിലെ ശ്രീ KJ ക്ലീറ്റസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട KR ക്ലീറ്റസ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ